ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പം നമ്മൾ ഒത്തിരി ബന്ധുക്കോസുകാർ പ്രാർത്ഥിക്കാറുണ്ട്, മിഡിൽ ഈസ്റ്റിലെ യുദ്ധം തീർന്ന് സമാധാനം ഉണ്ടാകണം. എവിടെ സമാധാനം ഉണ്ടാകുന്നത്? സമാധാനം ഉണ്ടാകത്തില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് സമയം കളയുന്നത് വ്യർത്ഥമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താണ്? യേശുക്രിസ്തു മടങ്ങി വരണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചേ പറ്റൂ. അതായത് ഞാൻ 2020 ഒക്ടോബർ മാസം 4-ാം തീയതി ഇതേ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റ് തകരാൻ പോകുന്നിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അതിഭീകരമായിരിക്കും യുദ്ധങ്ങൾ ഉണ്ടായിട്ട് പുതിയ രാജ്യങ്ങൾ ഉണ്ടായി വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോഴുള്ള എല്ലാ വ്യവസ്ഥിതികളും ലോകത്തിൽ മാറാൻ പോകുക വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ വ്യവസ്ഥിതികളും ഈ ഭൂലോകത്തിൽ നിന്ന് മാറാൻ പോവുകയാണ്. മറ്റൊരു കാര്യം ഞാൻ എന്ന് പറഞ്ഞാൽ 2012 മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? ചൈന എന്ന് പറയുന്ന വൻ രാജ്യം തകർന്നു പോകും. 2012 ദൈവം എനിക്കെന്നൊരു ഒരു പ്രവചനമാണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ദർശനമാണ്. എന്നാൽ ചൈന അതിൻ്റെ ഏകദേശം നേർപഥ്യഭാഗത്ത് വെച്ചിട്ട്, ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കിഴക്കൻ ചൈനയിൽ നിന്നും പടിഞ്ഞാറൻ ചൈനയിൽ നിന്നും 2 രാജ്യമായിട്ട് അത് വിഭജിക്കപ്പെടും. എന്നാൽ കിഴക്കൻ ചൈനയ്ക്കായിരിക്കാം, കിഴക്കൻ ചൈന വലുതാണെങ്കിലും ശക്തി കുറവാണ്, പടിഞ്ഞാറൻ ചൈന ചെറുതാണെങ്കിൽ അവിടെയാണ് ശക്തി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴെന്താണ്, ഈ ചൈന വിഭജിക്കപ്പെട്ടെങ്കിൽ വെറുതെ അങ്ങ് വിഭജിക്കപ്പെടുമോ? ഇല്ലല്ലോ. ഭയങ്കരമായിരിക്കുന്ന യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിഭയങ്കരമായിരിക്കുന്ന ഭീകരമായിരിക്കുന്ന അഗ്നി താണ്ഡവം ലോകത്തിലുണ്ടാകാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനം വേണമെങ്കിൽ യേശുക്രിസ്തു അഭയം പ്രാപിച്ചോണം. വെറുതെ മനുഷ്യന്റെ ഹൃദയത്തെ ഇളക്കി കള്ളം പറഞ്ഞ് ഏതാണ്ടൊക്കെ നന്മയും ഏതാണ്ടൊക്കെ വലിയ അനുഗ്രഹങ്ങളും വരുന്നെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന എല്ലാവരും വിട്ടുകളഞ്ഞ് വചനത്തിലേക്ക് തിരിഞ്ഞോണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, താൻ വരുന്നതിന് മുമ്പ് ഭൂമി കുലുക്കങ്ങൾ, അവിടെ ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇതെല്ലാം ഇനി വർദ്ധിച്ചു വരുത്തല്ലേ ഉള്ളൂ. നിങ്ങൾ വചനം പഠിക്കും പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകത്തില്ല. ഇല്ലെങ്കിൽ എന്താണ്, ഏതാണ്ട് നല്ല കാര്യങ്ങളെ വരുമെന്ന് പറഞ്ഞ് കൈ നീട്ടിയിരിക്കുമ്പോൾ ഒന്നും കിട്ടാൻ നിങ്ങൾ നിരാശപ്പെട്ട് യേശുക്രിസ്തു തള്ളിക്കളയും. ഇതാണ് ഈ കള്ള ഉപദേശിമാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ.